പുതിയ റീമാസ്റ്ററിന്റെ പുതിയൊരു ഫീലാണ്. സൗണ്ട് എല്ലാം എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. എല്ലാം ലാലേട്ടൻ തന്നെ സീൻ തൂക്കിയിട്ടുണ്ട്. ഇത് ഇന്ന പടം വന്നാലും ലാലേട്ടൻ തന്നെ തൂക്കി. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഓഡിയോ ബെസ്റ്റ് ആണ്. ക്വാളിറ്റി ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആണ്. നമുക്ക് പഴയൊരു ഫീല് കിട്ടുന്നുണ്ട്. ആ സ്റ്റില് ഓരോ നമുക്ക് കിട്ടുന്നുണ്ട്. സൂപ്പറായിരുന്നു. 2001 എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ കണ്ട ഫിലിമാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇപ്പം എൻ്റെ മകൻ്റെ കൂടെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അവനിപ്പം +2 പഠിക്കുന്നത്. അവൻ്റെ ഏകദേശം ഏജിലാണ് ഞാനീ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത്. അപ്പോൾ സെയിം എൻ്റെ മകൻ്റെ കൂടെ ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഓളം ഉണ്ടാക്കിയൊരു പടമാണ്. ഇന്ന് പുതിയ പിള്ളേരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഏകദേശം ഇവനെക്കാട്ടി 2 വയസ്സിന് മൂത്തതേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കാണുമ്പോൾ സെയിം വൈബ് എനിക്ക് കിട്ടും. അന്ന് ഞാൻ കണ്ടത് എൻ്റെ നാട്ടിലായിരുന്നു, എൻ്റെ നാട് ആലപ്പുഴയിലായിരുന്നു. ഇന്ന് ഞാൻ കാണുന്നത് തിരുവനന്തപുരം. പക്ഷെ രണ്ടിടത്തും ഒരേ ഒരു പേര് ലാലേട്ടൻ. ഒരുപാട് ഇഷ്ടമായി. അടിച്ചുപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഡയലോഗും ഒക്കെ ഒന്നുകൂടെ കേൾക്കാം. അതെല്ലാരും പറയുന്നുണ്ടായിരുന്നു. നല്ല ഡാൻസും ഒക്കെ രക്ഷയില്ല. ഇതിനതിന്റെ വന്ന് 5:30 കഴിച്ചു വന്ന് നമ്മൾ അങ്ങ് ദൂരം പറഞ്ഞേ. അടിപൊളിയായിരുന്നു. രക്ഷയില്ല. അങ്ങനെ ഡാൻസും പാട്ടും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. എല്ലാത്തിലും നമ്മൾ ഇതായിരുന്നു. ഭയങ്കര ഓണായിരുന്നു. നല്ല എനർജി ആയിരുന്നു. നല്ല ക്രൗഡായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ? ഡാൻസും പാട്ടും എല്ലാം കൊണ്ട്. ഡാൻസും പാട്ടും ഇപ്പോൾ ചോട്ടോ മുമ്പേ കഴിഞ്ഞില്ലേ. ഇപ്പം പക്ക ഫാൻസിന് പറ്റിയൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളതാണ് തോന്നിയത്. ഇതുപോലെ ഇനിയും ഒരുപാട് ലാലേട്ടൻ്റെ പടങ്ങൾ വരാനുണ്ട്. ഇനി നരനുണ്ടല്ലോ, നരനും കൂടെ വരുമ്പോൾ ഈ വർഷം ലാലേട്ടൻ തൂക്കി. അത്ര രാവണൻ എഫക്ട് ഒന്നും പറയാനില്ല കേട്ടോ. പറയേണ്ട കാര്യമില്ലല്ലോ ഈ പടത്തിനൊക്കെ. അടിപൊളി പടം. എങ്ങനെയുണ്ട് എന്ന് പറയാനാ. സന്തോഷം, ഭയങ്കര സന്തോഷം. വീണ്ടും കണ്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അടിപൊളിയാ. ആഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് റീ റിലീസ്. ക്വാളിറ്റി കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് ഈ പടം കണ്ടാൽ മതിയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ചോട്ടാ മുംബൈക്ക് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന റീ റിലീസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു റീ റിലീസ്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2025 ഇങ്ങനെ തൂക്കണം. ലാലേട്ടൻ തൂക്കി. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കണ്ടതാണ് കുറച്ചും കൂടെ ഒരു ഇമ്പാക്ട് കിട്ടിയത്. നല്ല എക്സ്പീരിയൻസ്. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് വീട്ടുകാരുടെ കൂടെ ഒന്ന് കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് അത് അന്നത്തെ കാലത്ത് കണ്ടവരോട് സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നു. കാരണം ഇതിൻ്റെ എന്താണേലും ദേവാസുരൻ 2ാം ഭാഗം എന്ന് പറഞ്ഞ് വന്ന് കാണുമ്പോൾ അതിൽ ഒരു സസ്പെൻസ്. എനിക്ക് തോന്നുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഒരു റോൾ അതിൽ റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് അത് വലിയൊരു അനുഭവമായിരുന്നു. പക്ഷേ അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു കിട്ടിയാലും വളരെ സന്തോഷമുണ്ട്. കാണാൻ പറ്റിയാലും അടിച്ചു പൊളിച്ചു. തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് നമ്മൾ ഈ പടം നമ്മൾ കണ്ടത് ഞാനും അച്ഛനും എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാണ് കാണുന്നത്. നമ്മൾ ശ്രീകുമാറിലാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഫാൻ ഷോ വരുന്നത് നമ്മൾ കൈരളി തിയേറ്ററിൽ രാവിലെ 7 മണിക്കുണ്ടായിരുന്നു. അവിടെ ഫാൻസായാലും എല്ലാവരുമായിട്ട് പഴയ കൂടെ ഉണ്ടായിരുന്ന ടീമുകളിൽ തന്നെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കാണാത്ത പുതിയ തലമുറകളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫുൾ വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡീറ്റെയിൽസ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പ് കണ്ടായിരുന്നു പുതിയ ടെക്നോളജി ഫീൽഡിൽ എല്ലാം കൂടെ വെച്ച് ചെയ്തേക്കുന്നതും അതിമനോഹരമായിട്ട് ചെയ്ത് കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടില്ല. ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ അല്ലാത്തല്ല. അന്ന് അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു തിയേറ്റർ വിട്ട് ഇറങ്ങുന്ന ആ ഒരു ഫീൽ എന്നുള്ള വല്ലാത്ത ഇതാണ്. ഇന്ന് അതിൻ്റേതായ പരിമിതികളുണ്ട്. എന്നാലും ഇരിക്കുന്ന പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള ആ വൈബും അവരെ ഒരു സ്ട്രെങ്ത്തും കിട്ടില്ല. ഒരു രക്ഷയില്ല. തലമുറകളുടെ നായകനാണ് മോഹൻലാൽ. 100%. എത്ര തലമുറകളായിക്കൊണ്ട് 3-4 തലമുറകൾ കാണുന്നുണ്ട്. ഇപ്പം ജനിച്ചു കുറച്ച് പിള്ളേർ കഴിയുമ്പോൾ ലാലേട്ടാന്നുള്ളതാണ്. ആ പാട്ടും പഴയ ഇതെല്ലാം കണ്ട് അതിൻ്റേതായ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അവർ ഓരോ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. അമ്മമാരും മുത്തശ്ശിമാർക്കും വേറെ ഇപ്പോഴും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഹരമാണ്.